സത്യം സത്യം. ജയനെ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് ഭാഗ്യം ചെയ്തവളായിരിക്കും. അയ്യോ, സമയം ഒരുപാടായി. ജഗനോട് സംസാരിച്ചു നിന്ന് സമയം പോയത് അറിഞ്ഞില്ല. ദീപാരാധനയ്ക്ക് സമയമായി. ജഗൻ ഒരു കാര്യം ചെയ്യോ, എന്നെ അമ്പലത്തിലേക്കൊന്ന് ഡ്രോപ്പ് ചെയ്യോ? പകരം ജഗന്റെ മനസ്സിലുള്ള പെണ്ണിനെ ജഗന് സ്വന്തമായിട്ട് കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാം. വിളിച്ച് പ്രാർത്ഥിച്ച വിളിയേക്കുന്ന അമ്മയാ. എന്നാ കേറ്. എന്നിട്ട് എല്ലാ പ്രാർത്ഥനകളും മാറ്റിവെച്ച് ഇന്നത്തെ ദിവസം ദേവിയോട് வைகை கரையில் நான் தேடி வருவேன். அலைகளில் கவிதை பிறக்குது கனவே, இதயம் துடிக்குது துடிக்குது மனமே. வெண்ணிலாவின் தளிரல்லே நீ, வெண்கினாவின் கதிரல்லே, வர்ணராவின் ஒளியல்லே நீ, மானமேக சிறகல்லே, பூமழகோ நீயல்லே, நின்னுயிராய் ஞானில்லே, அழகின் அழகே. வெண்ணிலாவின் தளிரல்லே நீ, வெண்கினாவின் கதிரல்லே, வர்ணரா. അടിക്കാനും പറ്റുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ശലഭമേ നീ അണയുമോ എന്നരുമയായി, എന്നരികിൽ സ്വപ്നവനികയിൽ വസന്തവുമായി തിരയുന്നിതാ എൻ ഹൃദയമേതു നിമിഷവും എന്നിരവുകൾ വിനോദമായി നിനക്കായൊരുകിടുമേ സ്വരവിനിമേ നീ അറിയുമോ. അതെ, ഞങ്ങൾക്ക് വില ഒരു പ്രശ്നമല്ല. ഫാഷനും ക്വാളിറ്റിയുമാണ് പ്രധാനം. ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഫാഷനേക്കാൾ മെച്ചപ്പെട്ടതായിരിക്കും വേണം. ബ്രാൻഡഡ് കമ്പനികളുടെ ലേറ്റസ്റ്റ് ഫാഷൻ ഐറ്റങ്ങളെ ഞങ്ങൾ വിൽക്കാറുള്ളൂ. വിശ്വസിക്കാം, ഡാമേജ് ഒന്നും കാണില്ല. ഇത് കൊള്ളാം. കളക്ഷൻസ് തീരെ കുറവാണല്ലോ. കളക്ഷൻസ് വേണ്ടോളം ഉണ്ട് മാഡം. ഈ ബ്രോഷർ നോക്കി സെലക്ട് ചെയ്താൽ ഐറ്റമിങ് കൊണ്ടുവരും.
കല്യാണ പെണ്ണിനെ മണ്ഡപത്തിലേക്ക് കൊണ്ടിറങ്ങാനുള്ള സാരിയും മറ്റു തുണിത്തരങ്ങളുമാ നമ്മൾ ആദ്യം സെലക്ട് ചെയ്തത്. എന്നാൽ സെലക്ഷൻ തുടങ്ങിയിട്ട് ആ അല്ല നീലിമ എന്താ ഇങ്ങനെ ഈ കല്യാണത്തിനും ഡ്രസ് സെലക്ഷനും ഒന്നും താല്പര്യമില്ലാത്ത മട്ടില്? താല്പര്യക്കുറവൊന്നുമില്ല, പക്ഷേ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലേ ഞാൻ പരാജയോ. നീലിമയുടെ കല്യാണത്തിന് വേണ്ടിയുള്ള സാരി സെലക്ഷൻ ആണല്ലോ ഇവിടെ നടക്കുന്നത്. ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നത് പൊല്ലാപ്പായോ? ആ ജഗ, ആ? പണി കിട്ടി. നല്ല ആളാ നീ. എടാ, നീലിമയ്ക്ക് കല്യാണത്തിന് വേണ്ട സാരികളൊക്കെ മുൻകൂട്ടി എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു. ദേ, ഇത് കണ്ടിട്ടാണോ കല്യാണ ചെക്കനെ നീ മുങ്ങാൻ പോകുന്നത്? സെലക്ഷനിൽ നിന്റെ ഇഷ്ടം കൂടി വേണം. ദേ, ഈ ബ്രോഷർ നോക്കി നീ ഒന്ന് സെലക്ട് ചെയ്തേ. അയ്യോ അമ്മേ, എനിക്ക് പോയിട്ട് ചില അത്യാവശ്യങ്ങളുണ്ട്, കമ്മിറ്റിയും ഉണ്ട്. ദയവ് ചെയ്ത് സെലക്ഷന്റെ കാര്യത്തിൽ എന്നെ നിർബന്ധിക്കരുത്. എനിക്കതൊന്നും അറിയില്ല. അയ്യോ അറിയണമെന്നില്ല സാർ. പക്ഷെ പെണ്ണും ചെറുക്കനും ചേർന്ന് നിന്നാൽ കോസ്റ്റ്യൂമിന്റെ കാര്യത്തിൽ ചില ഐഡിയാസ് ഒക്കെ ഞങ്ങൾക്ക് വെക്കാൻ പറ്റും. അവന്റെ ഒരു കോസ്റ്റ്യൂം ഐഡിയ. അല്ലെങ്കിലും കല്യാണ ദിവസം നിന്റെ പെണ്ണ് ഏത് കളറിൽ, ഏത് രൂപത്തിൽ, ഏത് ഫാഷനിൽ പുറത്തിറങ്ങണമെന്ന് ഒരു മുൻധാരണ നിനക്കും വേണ്ടടാ.